ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് ജാതികൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന 12 ഗോത്രങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യാക്കോബ് അധ്യായം ആരംഭിക്കുന്നു. പരീക്ഷണങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ അദ്ദേഹം വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. പരിശോധന സ്ഥിരോത്സാഹം ഉളവാക്കുന്നു, അത് ആത്മീയ പക്വതയിലേക്ക് നയിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ ആവശ്യകതയെ യാക്കോബ് ഊന്നിപ്പറയുന്നു, അത് സംശയിക്കാതെ വിശ്വാസത്തിൽ യാചിക്കണം. സംശയാലുക്കൾ അവരുടെ എല്ലാ വഴികളിലും അസ്ഥിരരാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. കത്തുന്ന സൂര്യനു കീഴെ പൂക്കൾ പോലെ ഭൗതിക സമ്പത്ത് വാടിപ്പോകുമെന്നതിനാൽ ധനികരും ദരിദ്രരും തങ്ങളുടെ ലൗകിക പദവിയേക്കാൾ ക്രിസ്തുവിൽ തങ്ങളുടെ വ്യക്തിത്വം കണ്ടെത്തണമെന്ന് അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ടു മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുതു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്നു വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്നു ഇറങ്ങിവരുന്നു. പരീക്ഷണങ്ങൾ സഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ജീവകിരീടം ലഭിക്കുമെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു. പ്രധാനമായും ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പരീക്ഷ സ്വന്തം ആഗ്രഹങ്ങളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. എല്ലാ പൂർണ്ണതയുള്ള ദാനങ്ങളും അവനിൽ നിന്നാണ് വരുന്നതെന്ന് യാക്കോബ് വ്യക്തമാക്കുന്നു. സത്യത്തിന്റെ വചനത്തിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന പുതുജനത്തെ എടുത്തുകാണിക്കുന്നു. കേൾക്കാൻ വേഗതയുള്ളവരും സംസാരിക്കാൻ സാവധാനമുള്ളവരും കോപിക്കാൻ സാവധാനമുള്ളവരുമായിരിക്കാൻ അദ്ദേഹം ക്രിസ്ത്യാനികളെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം മനുഷ്യകോപം ദൈവം ആഗ്രഹിക്കുന്ന നീതി ഉളവാക്കുന്നില്ല. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ടു തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ സ്വയം സൂക്ഷിക്കുന്നതും ദുർബലരെ, പ്രത്യേകിച്ച് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്നു കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു.